രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. നോക്കൂ, രാധേ രാധേ എന്ന ചാനൽ അഷ്ടപതിക്കായി കാത്തിരിക്കുന്ന പുണ്യാത്മാക്കളെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഈ അഷ്ടപതി കേൾക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സന്തോഷവും പ്രോത്സാഹനവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മനസ്സിലായ? അഷ്ടപതി കേൾക്കുന്ന ഓരോരുത്തർക്കും രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതെന്താണെന്ന് പറയാം. അതിനു മുമ്പ് ഇതാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അഷ്ടപതിയുടെ മറ്റ് അധ്യായങ്ങളെല്ലാം ഇപ്പോൾ 7ാമത്തെ അധ്യായമായി ഞാൻ 1 തൊട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ പ്ലേലിസ്റ്റിൽ ആ എണ്ണം കൊടുത്തേക്കും, എത്രയെന്നും പറഞ്ഞ് കൊടുത്തേക്കും. വ്യൂവേഴ്സ് അല്ലെങ്കിൽ മോർ എന്ന് കൊടുക്കുന്നിടത്ത് ഒരു ഞെക്ക് കൊടുത്താൽ കൃഷ്ണൻ്റെയും രാധയുടെയും പടം വരും. അത് താപ്പോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് പ്ലേലിസ്റ്റ് എന്ന് കിടക്കും. അതിലൊരു ഞെക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം പ്ലേലിസ്റ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അഷ്ടപതി കിട്ടും. പിന്നെ രാധാദേവി, കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട രാധയെ അറിയാതെ കൃഷ്ണനെ ഭജിച്ചിട്ട് ഒരു കാര്യവുമില്ല. രാധയുടെ ജീവിതകഥ ചരിത്രത്തിൽ ആദ്യമായിട്ട് 68 എപ്പിസോഡുകൾ പിന്നിട്ടു. അതും ഞാൻ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നേന്ന് കാണാം. സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, ജ്യോതിഷമുണ്ട്. ജ്യോതിഷം നിങ്ങൾക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, അതേ കണക്ക് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഇത് മുഴുവനും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൊല്ലം, തിരുവനന്തപുരം, പിന്നെ കൊട്ടാരക്കര, കായംകുളം, മാവേലിക്കര, അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പോയി പഠിക്കാം. ദൂരെയുള്ളവർ സ്റ്റേ ചെയ്ത് പഠിക്കുന്നു. അല്ലാത്തവർക്ക് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേട്ടാൽ മതി. പിന്നെ ഹിന്ദുക്കൾ ഇത് അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഗണപതി തത്വം, ശിവലിംഗത്തിൻ്റെ തത്വം അതൊക്കെ കേൾക്കണം. അല്ലെങ്കിൽ ഈ ശിവലിംഗം എന്താണെന്നൊക്കെ ചോദിക്കുമ്പം പലപ്പോഴും ഹിന്ദുക്കൾ കിടന്ന് വിഷമിക്കാറുണ്ട്. അതേപോലെ ഞാൻ എങ്ങനെ രാധാഭക്തനായി, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സും അത് ചോദിക്കുന്നു. ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു എന്ന് ആൾക്കാർ പറയുന്നു. ധനം എങ്ങനെ കുമിഞ്ഞുകൂടും, ധനമില്ലാതെ കഷ്ടപ്പെടുന്നവർ, പണം കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവർ, അവർക്കെല്ലാം ഒരു ശുഭവാർത്തയാണ്. ധനം എങ്ങനെ കുമിഞ്ഞുകൂടാം.
പിന്നെ ഹിന്ദുക്കൾ ഓടി നടന്ന് ഒരുപാട് ദൈവത്തെ ആരാധിക്കരുത്, ഒറ്റ ദൈവം. അപ്പോൾ ഹിന്ദുക്കൾ ഏക ദൈവത്തിലേക്ക് വരാൻ സമയമായെന്നും പറഞ്ഞ് മറ്റൊരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ കേൾക്കുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് വളരെ ശ്രദ്ധിക്കണം. പെൺമക്കളുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി പ്രണയം എങ്ങനെ വിജയിക്കാം എന്നും പറഞ്ഞൊരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ പ്രണയത്തെ അനുകൂലിക്കുകയൊന്നുമല്ല, അത് കാണേണ്ടത് പ്രണയിക്കുന്ന പെൺകുട്ടികളല്ല, അവരുടെ അമ്മമാരാണത് കാണേണ്ടത്. അത് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. നിങ്ങളെ ഓരോരുത്തരുടെയും മാതാവ് രാധാറാണിക്ക് ജയ്. എന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിച്ച് എനിക്ക് സർവ്വ ഐശ്വര്യവും വാരിക്കൂരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. രാധേ രാധയുടെ സബ്സ്ക്രൈബേഴ്സിനെയും അഷ്ടപതി കേൾക്കുന്നവരെയും സർവ്വ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിച്ച് സർവ്വ ഐശ്വര്യങ്ങളും ഈ അഷ്ടപതി കേൾക്കുന്നവർക്കും രാധയുടെ പ്രണയം കേൾക്കുന്നവർക്കും വാരിക്കോരി കൊടുക്കുന്ന എൻ്റെ രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് അഷ്ടപതി തുടങ്ങാം. അഷ്ടപതി 7ാമത്തെ അധ്യായമാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത അഷ്ടപതി കേൾക്കുന്നവർക്ക് ഇതാ കിട്ടാൻ പോവുകയാണ്. പുലിയൂരുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജന എന്ന കുട്ടി കൃത്യമായിട്ട് അഷ്ടപതി വീട്ടിൽ വായിക്കാറുണ്ട് എന്ന് മാത്രവുമല്ല, രാധാറാണിയുടെ വേഷം കെട്ടി അങ്ങനെ കൃഷ്ണനും രാധയുമായിട്ടുള്ള ഫോട്ടോയും കൂടെ ഞാൻ അതിനെത്തിട്ടുണ്ട്. രാധാറാണിയുടെ വേഷം കെട്ടി അമ്പലത്തിലോ മറ്റോ നൃത്തം നടത്തുകയോ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെനിക്ക് അയച്ചു വന്നിട്ടുണ്ട്. രാധയുടെ വേഷം കെട്ടി നൃത്തം ചവിട്ടി ഈ കുഞ്ഞ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ് രാധാറാണിയുടെ കഠിന ഭക്തയാണ്. എല്ലാ ദിവസവും ഈ കുഞ്ഞ് അഷ്ടപതി ചൊല്ലുക മാത്രമല്ല 108 തവണ രാധേ 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 എന്ന് പാടും. ഓം രാധായേ സ്വാഹ ഓം രാധായേ സ്വാഹ എന്നീ കുഞ്ഞു പാടും. നിങ്ങളിൽ എത്ര പേരത് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കേ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജന എന്ന പേരുള്ള പുലിയൂരുള്ള ഈ കുഞ്ഞ് അഷ്ടപതി പാടും. രാധേ രാധേ എന്ന് 108 തവണ പാടും. നമ്മൾ നൃത്തം ചവിട്ടുന്നത് ആ കുഞ്ഞത് ചെയ്യും. ഓം രാധായേ സ്വാഹ ആ കുഞ്ഞ് 108 തവണ ചൊല്ലും. കുഞ്ഞു മാത്രമല്ല, അതിൻ്റെ അമ്മയും എല്ലാം ചൊല്ലും. ആ കുഞ്ഞിന് അഷ്ടപതി പാടിയ ദിവസമുണ്ടായ അനുഭവം, നമ്മുടെ രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന അനുഭവം. ശരിക്കും നിങ്ങളിത് കേൾക്കുക. നമ്മുടെ രോമങ്ങൾ എഴുന്നു നിൽക്കും. ആ എഴുന്നു നിൽക്കുന്ന അനുഭവം ആ കുഞ്ഞ് വിവരിക്കാൻ പോവുകയാണ്. നിരഞ്ജന എന്ന മോള് വിവരിക്കാൻ പോവുകയാണ്. കേട്ടോളൂ. ഞാൻ എന്താ പറയുന്നതെന്ന് ഇപ്പോൾ അറിയുന്നില്ല. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നിരഞ്ജന എന്ന കുഞ്ഞിൻ്റെ അനുഭവം ദാ കേട്ടോ. അത് കേട്ട് കഴിയുമ്പോൾ സസ്പെൻസ് തീരുന്നു. ഓക്കെ. സാറേ, എൻ്റെ പേര് നിരഞ്ജന എസ്. ഞാൻ പുലിയൂരിൽ നിന്ന് വിളിക്കുന്ന. എനിക്കും എൻ്റെ അമ്മയ്ക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസത്തിന് മുമ്പ്, ഒരു 2 ദിവസത്തിന് മുമ്പ് ഞാനും എൻ്റെ അമ്മയും കൂടെ അഷ്ടപതി സാറിൻ്റെ ക്ലാസ് തന്നെ കേട്ടോണ്ടിരുന്നു. അപ്പോൾ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് അമ്മ അത് എഴുതിയെടുത്തിട്ട് ഞങ്ങളത് ഒന്ന് പഠിച്ചിട്ട് പിന്നെ 108 പ്രാവശ്യം ഞാൻ ഇരുന്ന് രാധേ 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 എന്ന് 108 പ്രാവശ്യം 20 തവണ ഇരുന്ന് ചൊല്ലിയിട്ട് അന്ന് തന്നെ ഞങ്ങൾ കിടക്കാൻ നേരം ഒരു 9:30 ആയി. ആ ഒരു സമയത്ത് ഞങ്ങൾ ഹാളിലിരിക്കുക, ഞാനും അമ്മയും, അച്ഛൻ റൂമിനകത്തിരിക്കുക. അപ്പോൾ കാർപോച്ചിൽ ഞങ്ങൾ കഥവ് തുറന്നിട്ടിട്ടുണ്ട്. കാർപോച്ചിൽ ഇങ്ങനെ ഒരു സൗണ്ട്, അതായത് ഒരു സൗണ്ട് ചിലങ്കയുടെ പോലത്തെ, ശരിക്കും കൊച്ചു പിള്ളേരുടെ കാലേ കിടക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി നല്ല, നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത പോലത്തെ ഒരു സൗണ്ട്. ആ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് എലിയായിരിക്കും. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ ഇനി ഞാൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നേരം അമ്മ പിന്നെ ഒന്ന് നോക്കാൻ പോയപ്പോൾ അവിടെ ഒന്നും ആരുമില്ല.
അപ്പോൾ ഞാനാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നേരം ഇല്ലായിരുന്നു. പിന്നെ ആ സൗണ്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ രാധാദേവിയാണേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിലയിലാന്ന് ചെയ്തിട്ട് പിന്നെ അത് ഇല്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോൾ ഇതുപോലെ ഞങ്ങൾ അഷ്ടപതിയും ചൊല്ലി, പിന്നെ 120 തവണ രാധേ രാധേ എന്ന് ചൊല്ലുകയും ചെയ്ത്. അന്ന് തന്നെ രാത്രി ഞങ്ങൾ കിടക്കാൻ നേരം ഞാൻ തലമുടി കെട്ടാൻ നേരം ഇതുപോലെ ഒരു കൊച്ചു പെണ്ണ്, ആദ്യം എനിക്ക് പെട്ടെന്ന് ഞാനോട് ഒരു കറുത്ത രൂപം ഈ തലയിൽ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് ഒരു പാവാടയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിൽപ്പുണ്ട്, ഇങ്ങനെ ഒരു മാതിരി നടക്കാൻ പോകുന്ന പോലെ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ പിന്നെ കണ്ടില്ല, ഒരു കറുത്ത രൂപം തിരിഞ്ഞായിരുന്നു നിന്നത്. പിന്നെ ഞങ്ങൾ തുള്ളി 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 അങ്ങ് പോകുന്ന പോലെ അതുപോലെ. പിന്നെ ഞങ്ങൾ കിടക്കാൻ ചെന്നപ്പോൾ അന്നേരം ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ രാധേ 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 വിളിച്ച് നാമൊക്കെ ചോദിച്ച് കിടന്നപ്പോൾ വീട് ഫുള്ള് ആദ്യം ഒരു കൊച്ചിൻ്റെ ഒരു പാൽസ്വരത്തിൻ്റെ കിലുക്കം പോലെ വീട് ഫുള്ളിങ്ങനെ കിടന്ന് കിലുങ്ങുക. ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു വലിയൊരു കൊച്ചിൻ്റെ വലിയൊരു സൗണ്ട് കേട്ട്, വലിയൊരു കാലിൻ്റെ ഒരു സൗണ്ട് ഞങ്ങളുടെ വീട് ഫുള്ള് ചിലില്ലാന്നിങ്ങനെ കേട്ടു. പിന്നെ ഞാനിത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയും കേട്ടു. അമ്മയും പിന്നെ കേട്ടിട്ട് എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് കരയുകയും ചെയ്തു. എന്തോ പോലെ വല്ലാതുപോലെ ആവുകയും ചെയ്തു. അച്ഛൻ കേട്ടുമില്ല, ഞങ്ങളുടെ അപ്പുറത്ത് കിടന്ന അച്ഛൻ പോലും കേട്ടില്ല ഇങ്ങനെ സൗണ്ട് ഉണ്ടായത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. രാധാദേവി തന്നെ, അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ നിരഞ്ജനമോടെ അനുഭവം നിങ്ങൾ കേട്ടല്ലോ. ഇത് ഭയങ്കര സത്യമാണ്, ഇത് ഭയങ്കരമായ സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വലുതാണ്. പക്ഷേ ചിലതൊന്നും പുറത്ത് പറഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാത്തതാണ്, ആരോടും അത് പറയാത്തതാണ്. അതുകൊണ്ട് ഈ മോള് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. കാരണം അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ ആ അനുഭവം മൊത്തം എനിക്ക് തുറന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സിൻസിയറായിട്ട് ചൊല്ല്. അഷ്ടപതി ചൊല്ലിയിട്ട് എന്നെ പോലെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ എന്ന് നൃത്തം ചവിട്ട്. ഓം രാധായേ സ്വാഹ എന്ന് 108 തവണ ചൊല്ല്. വരും രാധാറാണി, നിങ്ങളെ കാണാൻ വരും. അഷ്ടപതി കേൾക്കാൻ വരും. അത് സത്യമാണ്. എനിക്ക് പലതും എനിക്കങ്ങ് നിങ്ങളോട് പറഞ്ഞുകൊള്ളാൻ വയ്യാത്തൊരു വെപ്രാളമുണ്ട് എൻ്റെ അനുഭവങ്ങൾ. പക്ഷേ അത് പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്യുന്നു, അത് ഒതുക്കി വെച്ചേക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, യൂറോപ്യൻസ് കിർലോസ് ഫോട്ടോഗ്രാഫി വെച്ചെടുക്കുമ്പോൾ അഷ്ടപതി പാടുമ്പോൾ ആ പാടുന്ന സ്ഥലത്ത് കൃഷ്ണനും രാധയും ആ മോളിക്യൂൾസ്, അന്തരീക്ഷത്തിലെ മോളിക്യൂൾസ് അങ്ങനെ നിൽക്കുകയാണ്. അത് കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലുമുണ്ട്, രാധാറാണിയുടെ തലയിൽ പാൽക്കുടവുമുണ്ട്. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ മോളിക്യൂൾസ് നിൽക്കുന്നത്. അത്ഭുതങ്ങളാണ് രാധാജി, അത്ഭുതങ്ങളാണ്. ആ കുഞ്ഞു മഹാഭാഗ്യവതി. നിങ്ങൾ മുതിർന്നവരും ചൊല്ലുന്നു. എന്നിട്ട് ഇതുവരെ കേട്ടോ എന്തുകൊണ്ട്? ഈ കുഞ്ഞ് ഹൃദയത്തിൽ തട്ടി ചൊല്ലുന്നു. നിങ്ങൾ മുതിർന്നവർ അഷ്ടപതി ചൊല്ലും, മനസ്സ് കുറേ പോവും. ആദ്യത്തെ 3 വരി പാടും, പിന്നെ അടുത്ത 5 വരി മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അലയും, പിന്നെ കുറേ കഴിയുമ്പം തിരിച്ചു വരും. നിങ്ങൾ അഷ്ടപതി പാടിയിട്ട് നിൽക്കും. ഈ കുഞ്ഞതല്ല, അഷ്ടപതി പാടി നൃത്തം ചവിട്ടും. പിന്നെ രാധായേ സാഗ 108 തവണ ജപിക്കും. 7ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുഞ്ഞ് ഇത്രയുമൊക്കെ കാണിച്ചാൽ ഗോലോകത്തിരിക്കുന്ന രാധാജിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക. അതല്ലേ ഞാൻ പറയുന്നത്. അഷ്ടപതിയും രാധയുടെ പ്രണയവും ജന്മജന്മാന്തര പുണ്യം ചെയ്തവർക്കും മാത്രമേ കാണാൻ പറ്റൂ. ഈ രാധയുടെ പ്രണയവും അഷ്ടപതിയും ഒന്നിച്ചു കാണുന്നവർ അസാമാന്യ പുണ്യം ചെയ്തവരാണ്. നിങ്ങൾ കേൾക്കുക, നിങ്ങളിൽ എത്ര പേരാണ് അസാമാന്യ പുണ്യം ചെയ്തത്, എത്ര പേരാണ് സാമാന്യ പുണ്യം? രാധാറാണിയുടെ മാത്രം കേൾക്കുന്നതും പുണ്യം, അഷ്ടപതി മാത്രം കേൾക്കുന്നതും പുണ്യം. പക്ഷേ ഇത് രണ്ടും കൂടെ കേൾക്കുന്നത് അസാമാന്യമായ പുണ്യമാണ്. മനസ്സിലായല്ലോ? അപ്പം നമുക്കിനി അഷ്ടപതി തുടങ്ങാം. 7ാമത്തെ അധ്യായം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. അത് നമ്മുടെ കൃഷ്ണപ്രിയ എന്ത് സുന്ദരമായിട്ടാണ് പാടിയിട്ടുള്ളതെന്നറിയാവോ? നല്ല സൂപ്പർ ആലാപനമാണ് കൃഷ്ണപ്രിയയുടെ. കൃഷ്ണപ്രിയയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഈണത്തിൽ കൃഷ്ണപ്രിയ ഇത് പാടിയിരിക്കുന്നു. അത് കേട്ടോളൂ. അതിനുശേഷം ഞാൻ വീണ്ടും തുടങ്ങുന്നതാണ്, ക്ലാസ് തുടങ്ങുന്നതാണ്. വല്ലരീധനുരപാങ്കതരംഗിതാനി
ബാണാഗുണശ്രവണപാളിരിതി സ്മരേണ അസ്യാം അനംഗജയജംഗമദേവതായാം അസ്ത്രാണി നിർജിതജഗന്തി കിമർപ്പിതാനി. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി കേട്ടോ. ഭ്രൂവല്ലരി ധനുരപാങ്ക തരംഗിതാനി ബാണ ഗുണശ്രവണ പാളി രിതി സ്മരേണ അസ്യാം അനംഗ ജയ ജംഗമ ദേവതായ മസ്ത്രാണി നിർജിത ജഗന്തി കിമർപ്പിതാനി. അപ്പൊ ശ്രദ്ധിച്ചേട്ടെ, ഭ്രൂവല്ലരി. ഭ്രൂവല്ലരി എന്ന് പറഞ്ഞാൽ പുരികക്കൊടികൾ എന്നാണ് അർത്ഥം. അപ്പൊ അർത്ഥം എഴുതി വെച്ചോ നിങ്ങൾ, മനസ്സിലായില്ലേ? ഈ ഓർമ്മിക്കുക. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ അവസാനം ഓം ശ്രീം ഹ്രീം എന്ന മന്ത്രം ചൊല്ലി നിർത്തി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഓഫ് ചെയ്ത് പോകുന്നതാണ് കുഴപ്പം. ആ ഓം ശ്രീം എന്നുള്ള മന്ത്രം നിർത്തി കഴിയുമ്പോൾ ഇതുവരെ പാടിയ അഷ്ടപതി വീണ്ടും ഒന്നും കൂടെ പാടിയിട്ട് ഈ അഷ്ടപതിയുടെ ശ്ലോകവും അതിൻ്റെ ഓരോ വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും പ്രത്യേക വീഡിയോ ആയിട്ട് വെച്ചിട്ടുണ്ട്. ബുക്കില്ലാത്തവർക്കും ഉപകരിക്കും, ബുക്കുള്ളവർക്കും അത് വേണം. കാരണം പുസ്തകത്തിനകത്ത് എല്ലാ അർത്ഥങ്ങളും കൊടുത്തിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒത്തു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എഴുതിക്കോ, ഭ്രൂവല്ലരി സമം പുരികക്കൊടി. ധനു, ധനു എന്ന് പറഞ്ഞാൽ ധനുസ്, മനസ്സിലായില്ലേ? വില്ല്. ധനു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? വില്ല്. കണ്ടോ? അപാങ്ക എഴുതിക്കോ, അപാങ്ക കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം. അപാങ്ക കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം എഴുതി വെച്ചു. തരംഗിതാനി, തരംഗിതാനി മിന്നിത്തിളങ്ങുന്ന, തരംഗിതാനി മിന്നിത്തിളങ്ങുന്ന. ഗുണ അർത്ഥം എഴുത് ഞാൻ, ഗുണ ഞാൻ. ശ്രവണം, ശ്രവണം അർത്ഥം എഴുത് ചെവി, ശ്രവണം സമം ചെവി. പാളി, പാളി അർത്ഥം എഴുത് വളഞ്ഞ, വളഞ്ഞ. അനങ്കൻ, അനങ്കൻ കാമദേവൻ അർത്ഥം എഴുത് അനങ്കൻ സമം കാമദേവൻ. ജയ സമം ജയിച്ച. ജംഗമ, ജംഗമ ജീവിക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന, ജീവിക്കുന്ന ചലിക്കുന്ന. അസ്ത്രാണി, അസ്ത്രാണി എന്ന് പറഞ്ഞാൽ ആശ്ചര്യകരമായ ആയുധം, മാജിക് വെപ്പൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ആശ്ചര്യകരമായ ആയുധം. നിർജിത ജഗന്തി, നിർജിത ജഗന്തി ഈ ലോകത്തെ ജയിച്ച എന്നാണ് അർത്ഥം. നിർജിത ജഗന്തി ഈ ലോകത്തെ ജയിച്ച. അർപ്പിതാനി ദാനം ചെയ്തിരിക്കുന്നു, അർപ്പിതാനി ദാനം ചെയ്തിരിക്കുന്നു. ഇനി ആ ശ്ലോകം ഒന്ന് കേട്ടെ. ഭ്രൂവല്ലരി പുരികക്കൊടികൾ. ധനു ഈ പുരികക്കൊടികൾ ആരാണ്? ധനുസ്, വില്ലാണ്. അപാങ്ക തരംഗിതാനി ആ മിന്നിത്തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ടുള്ള നോട്ടമുണ്ടല്ലോ. അപാങ്കം, അപാങ്കം കടക്കണ്ണ്, ആ കടക്കണ്ണ് അപാങ്ക തരംഗിതാനി, അപാങ്കം കടക്കണ്ണ്, ആ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടമുണ്ടല്ലോ. ബാണാ, മനസ്സിലായില്ലേ? തരംഗിതാനി ബാണാ ഗുണ, ബാണാ ബാണം, മനസ്സിലായ? അപ്പൊ ഭ്രൂവല്ലരി, ഭ്രൂവല്ലരി രാധാറാണിയുടെ പുരികക്കൊടികള്. ധനു അത് വില്ലാണ്. അപാങ്കം കൃഷ്ണന്റെ നോട്ടം. തരംഗിത രാധാറാണിയുടെ നോട്ടം തരംഗിതാനി ആ മിന്നിത്തിളങ്ങുന്ന നോട്ടമുണ്ടല്ലോ ബാണങ്ങളാണ്, അമ്പുകളാണ്. അപ്പൊ രാധാറാണിയുടെ പുരികക്കൊടികൾ എന്ന് പറയുന്നത് ധനുസാണ്, വില്ലാണ്. രാധാറാണിയുടെ നോട്ടമാണ് അമ്പ്. ഇനി വില്ലിന് ഞാനുണ്ട്, അതാണ് ഗുണ. ഗുണ എന്ന് പറഞ്ഞാൽ ഞാണ്. ശ്രവണ, ശ്രവണമെന്ന് പറഞ്ഞാൽ ചെവി, മനസ്സിലായില്ലേ? പാളി വളഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രാധാറാണിയുടെ നല്ല നീണ്ട കണ്ണുകളാണ്, നീണ്ട കണ്ണുകൾ ചെവിയുടെ അടുക്കൽ വരെ എത്തുന്നു. അപ്പൊ ആ ചെവിയിലാണ് ഏത് കെട്ടിയിരിക്കുന്നത്? ഞാൻ കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് നോട്ടമാകുന്ന അമ്പ് വിടുന്നു. സ്മരേണ ഓർക്കുന്നു. അസ്യാ
അനങ്കം കാമദേവൻ ജയജംഗമ. എങ്ങനെയുള്ള കാമദേവൻ? ഈ ലോകത്തെ ജയിച്ച കാമദേവൻ. ദേവതായാം അസ്ത്രാണി, മനസ്സിലായില്ലേ? നിർജിതാനി. അസ്ത്രാണി വിലപ്പെട്ട ആയുധം. തൻ്റെ വിലപ്പെട്ട ആയുധം നിർജിത എന്താണ്? ജഗന്തി, ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയ ആയുധം. കിമർപ്പിതാനി, ആർക്ക് നൽകിയിരിക്കുന്നു? രാധാജിക്ക്. ഇനി എന്താണ് അതിൻ്റെ ആശയം? ഞാൻ പറഞ്ഞു തരാം. പുരികക്കൊടിയാകുന്ന വില്ല്, നോട്ടങ്ങളാകുന്ന ബാണങ്ങൾ, ചെവിയാകുന്ന ഞാണെ, ലോകത്തെ വെല്ലുന്ന ഈ വക ആയുധങ്ങൾ കാമദേവൻ തൻ്റെ വിജയത്തിന് കാരണമായ ഈ ആയുധങ്ങൾ മുഴുവനും രാധാറാണിക്ക് നൽകിയിരിക്കുകയാണോ എന്ന് തോന്നും. ഇവിടെ എന്താണ് കൃഷ്ണൻ പറയുന്നതെന്ന് മനസ്സിലായ? ശ്രദ്ധിച്ചു കേട്ടോ. കാമദേവൻ്റെ പ്രധാനപ്പെട്ട ആയുധം ഏതാണ്? കാമദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അമ്പും വില്ലുമാണ്, അല്ലേ? ഈ അമ്പും വില്ലും, അതിലെ അമ്പെന്ന് പറഞ്ഞാൽ 5 പുഷ്പങ്ങൾ ചേർന്നതാണ് അമ്പെന്ന് പറയുന്നത്. അതാണ് പുഷ്പബാണം. ഈ കാമദേവൻ്റെ ഏറ്റവും വലിയ ആയുധം അമ്പും വില്ലുമാണ്. ഈ അമ്പ് ഉപയോഗിച്ചിട്ടാണ് കാമദേവൻ ശിവന്റെ മനസ്സിനെ പോലും ഇളക്കിയത്. അപ്പം ശിവന്റെ മനസ്സിനെ പോലും ഇളക്കാനുള്ള കഴിവുണ്ട് കാമദേവന്റെ അമ്പിന്. കാരണം ഈ അമ്പിൽ നിന്ന് പാഞ്ഞ പുഷ്പബാണമാണ് ശിവനെപ്പോലും, ശിവന്റെ മനസ്സിൽ പോലും ഉണ്ടാക്കാൻ കാരണം. അങ്ങനെ ഈ ലോകത്തിലെ ഓരോ മനുഷ്യനെയും അവരുടെ മനസ്സിൽ കാമമുണ്ടാക്കി വിജയിച്ച് ചിരിക്കുന്നവനാണ് ആരെന്ന് പറയുന്നത്? കാമദേവൻ. ഈ ലോകത്തിലെ സകല മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാം തൻ്റെ പുഷ്പബാണങ്ങൾ എയ്ത് കാമമുണ്ടാക്കി അവർ കാമലീലയിൽ ഏർപ്പെടുന്നത് കണ്ട് ആനന്ദിക്കുന്നവനാണ് ആരെന്ന് പറയുന്നത്? കാമദേവൻ. അവൻ്റെ അമ്പിൽ നിന്ന് ശിവന് പോലും എന്ത് ചെയ്തിട്ടില്ല? രക്ഷ കിട്ടിയിട്ടില്ല. അപ്പോൾ കാമദേവൻ എന്ത് ചെയ്തു? ഈ ലോകം മുഴുവൻ കീഴടക്കിയ പ്രശസ്തമായ തൻ്റെ അമ്പും വില്ലും കൂടെ രാധാറാണിക്ക് അങ്ങ് കൊടുത്തു വന്നു. അപ്പോൾ രാധാറാണി എന്ത് ചെയ്തു? ആ വില്ലിനെ പുരികക്കൊടിയായി സ്വീകരിച്ചു. കാരണം വില്ലിങ്ങനെ വളഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ പുരികക്കൊടിയും ഇങ്ങനെ എന്ത് ചെയ്യും? വളഞ്ഞിരിക്കും. അപ്പം രാധയുടെ വളഞ്ഞ പുരികക്കൊടികൾ വില്ല് പോലെ ഇരിക്കുന്നു. ആ വില്ല് കാമദേവൻ കൊടുത്തതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണത്രേ അതിന് ഏതു മനുഷ്യനെയും ആകർഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ രാധാജിയുടെ വളഞ്ഞ പുരികക്കൊടി വില്ലാണ്. അപ്പോൾ പുരികക്കൊടി എല്ലാം വളഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി രാധാറാണിയുടെ ഈ പുരികക്കൊടി ഉണ്ടല്ലോ, അത് ആരുടെയും മനസ്സിളക്കാൻ പറ്റും. ആരുടെയും മനസ്സിലാക്കാൻ പറ്റുന്ന വില്ലു പോലെ ഇരിക്കുന്ന ആയുധമാണ് പുരികക്കൊടി. അതുകൊണ്ട് ഇത് കാമദേവൻ തന്നെ കൊടുത്തതാണ്. കാമദേവൻ തൻ്റെ വില്ലെടുത്ത് രാധാറാണിക്ക് കൊടുത്തു. രാധാറാണി ആ വില്ലിനെ പുരികക്കൊടിയായി വെച്ചു. അതുകൊണ്ട് രാധാജിയുടെ പുരികം കാണുന്ന ഏത് മനുഷ്യൻ്റെ മനസ്സും എന്ത് ചെയ്യും? ഇളകിപ്പോകും. ഇനി ഈ കാമദേവൻ ഒരു പണിയും കൂടെ പറ്റിച്ചു. കാമദേവൻ എന്ത് ചെയ്തു? തൻ്റെ അമ്പ്, തൻ്റെ പുഷ്പബാണം അതും കൂടെ അങ്ങ് രാധാജിക്ക് കൊടുത്തു. ആ പുഷ്പബാണങ്ങളാണ് രാധാജിയുടെ നോട്ടങ്ങൾ. ഇത് വളരെ ശ്രദ്ധിച്ചു കേട്ടോളേ. ജയദേവ കവി എന്താ പറയുന്നതെന്ന് മനസ്സിലായ? ശ്രദ്ധിച്ചു കേട്ടെ. ഈ ഏത് മനുഷ്യൻ്റെ മനസ്സിലും ഇളക്കി മറിച്ച് കാമമുണ്ടാക്കുന്നവനാണ് കാമദേവൻ. കാമദേവൻ്റെ കയ്യിലുള്ള ആയുധം അമ്പും വില്ലും. അപ്പോൾ കാമദേവൻ്റെ കയ്യിലുള്ള വില്ലാണ്. ആ വില്ലെടുത്തങ്ങ് രാധാറാണിക്ക് കൊടുത്തു. രാധാറാണി ആ വില്ലെടുത്ത് തൻ്റെ നെറ്റിത്തടത്തി വെച്ചു. ആ വില്ലാണ് രാധാറാണിയുടെ പുരികക്കൊടികളെന്ന് പറയുന്നു. ഇനി തൻ്റെ പ്രശസ്തമായ പുഷ്പബാണം കാമദേവൻ രാധാജി എടുത്ത് പറഞ്ഞു ഇതും തരുന്നെന്ന്. ആ പുഷ്പബാണമാണ് രാധാജിയുടെ നോട്ടം. അപ്പോൾ കാമദേവൻ്റെ വില്ലിൽ നിന്നൊരു അമ്പ് പാഞ്ഞു ചെന്നാൽ കഠിനമായിട്ട് ഇരിക്കുന്ന ശിവന്റെ ഹൃദയം പോലും ഇളകുമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? അതുപോലെ രാധാറാണിയുടെ പിരികം, ആ പിരികത്തിൽ നിന്ന് നോട്ടമാകുന്ന രാധാറാണിയുടെ പിരികമാകുന്ന വില്ലിൽ നിന്ന് നോട്ടമാകുന്ന അമ്പങ്ങോട്ട് തൊടുത്തു വിടും. ആ അമ്പിങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ആരുടെ മനസ്സിലാണോ നെഞ്ചിലാണോ കൊള്ളുന്നത് അവൻ ഫ്ലാറ്റ്
ഇവിടെ രാധാറാണിയുടെ നോട്ടം വന്ന് കൃഷ്ണനിൽ പതിക്കുന്നു. കൃഷ്ണൻ പറയുകയാണ്, എൻ്റെ മനസ്സിൽ കാമമിളകുന്നു. അത്രയും കാമമിളകണമെങ്കിൽ ഇത് കാമദേവൻ തൻ്റെ ആയുധം കൊടുത്തത് തന്നെയാണ് എന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. കാരണം എന്താണ്? ഈ രാധാജിയുടെ നോട്ടമേക്കുന്ന ഏതവനാണെങ്കിലും കഠിനഹൃദയനാണെങ്കിലും മനസ്സിളകി അവൻ രാധാജിയുടെ പിന്നാലെ നടക്കും. അത്രയ്ക്ക് ശക്തിയാണ് ആ നോട്ടത്തിന്. മനസ്സിലായില്ലേ? സത്യമല്ലേ ഈ പറയുന്നത്? രാധാജിയുടെ ഒരു നോട്ടത്തിൽ ആരുടെയും മനസ്സിളകുമെന്ന് പറയുന്നത് സത്യമാണ്. കാരണം എന്തുകൊണ്ടേ? ഈ 7-14 ലോകവും തൻ്റെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടുന്ന സാക്ഷാൽ നാരായണൻ, ആ നാരായണൻ പോലും ഇവിടെ രാധാറാണിയുടെ ഒരു നോട്ടം കിട്ടിയപ്പം കാമമോഹിതനായി കിടന്ന് വിലപിക്കുകയാണ്. അപ്പൊ ആരാ എൻ്റെ രാധാജി എന്ന് മനസ്സിലായത്? മനസ്സിലായ? എൻ്റെ രാധാജി ആരാന്ന് മനസ്സിലായ? രാധാജിയുടെ ഒരു നോട്ടം, ഒരു നോട്ടത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. രാധാജിയെ പ്രാർത്ഥിക്കാതെ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവരിത് കേൾക്കണം. രാധാജിയുടെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി ആരാ കാത്തിരിക്കുന്നത്? ഈ 7-14 ലോകങ്ങളും കയ്യിലിട്ട് അമ്മാനമാടുന്ന നാരായണൻ രാധാജിയുടെ ഒരു നോട്ടത്തിന് കെഞ്ചണമെങ്കിൽ ആരാണ് എൻ്റെ രാധാജി? അപ്പൊ വ്യക്തമായല്ലോ, നിങ്ങൾക്കത് നല്ലതുപോലെ മനസ്സിലായല്ലോ. ഇനി അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കാമദേവന്റെ വില്ല് രാധാജി പുരികക്കൊടിയാക്കി വെച്ചു. കാമദേവന്റെ അമ്പ് പുഷ്പബാണം രാധാജി നോട്ടങ്ങളായിട്ടെടുത്തു. ഇനി വില്ല് കുലയ്ക്കാൻ ഞാൻ വേണമല്ലോ. ആ ഞാനാണ് രാധാജിയുടെ ചെവികൾ. അതായത് രാധാജിയുടെ കണ്ണുകൾ ചെവി വരെ നീണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ. അങ്ങനെ ഈ വിശ്വത്തെ ജയിച്ച, വിശ്വത്തിലെ സകല മനുഷ്യരിലും കാമം ഇട്ട് അവരെ മുഴുവനും കീഴടക്കിയ ആ ആയുധങ്ങൾ, കാമദേവന്റെ ആയുധങ്ങൾ മുഴുവനും രാധാറാണിയിലുണ്ടെന്ന് കൃഷ്ണൻ പറയുന്നു. അതുകൊണ്ട് തന്നെ തന്നിൽ കാമവികാരം വളരുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എനിക്ക് കാമവികാരം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്ന് കൃഷ്ണൻ സ്വയം സമാധാനിക്കുന്നു. അപ്പൊ ഈ ശ്ലോകം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചുരുക്കി പറയാം. കാമദേവൻ ശിവന്റെ മനസ്സിനെ പോലും ഇളക്കിയ തൻ്റെ വില്ല് രാധാറാണിക്ക് പുരികക്കൊടികളാക്കി കൊടുത്തു. സകല മനുഷ്യരുടെയും മനസ്സിനെ ഇളക്കുന്ന പുഷ്പബാണം രാധാജിയുടെ നോട്ടങ്ങളാക്കി അങ്ങ് മാറ്റി. ഇനി വില്ല് കുലയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വേണം. ആ ഞാനാണ് രാധാജിയുടെ ചെവി. കണ്ണുകൾ ചെവിയുടെ അറ്റം വരെ നീട്ടിക്കൊടുത്തു. അപ്പോൾ പിന്നെ അതിൽ നിന്ന് വരുന്ന ബാണങ്ങൾ കാമദേവന്റെ പുഷ്പബാണം തന്നെയാണ്. ആ കാമദേവന്റെ പുഷ്പബാണം ഏറ്റാൽ ഇവിടെ ആർക്കും പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല, മനസ്സിളകി പോകും. അതുകൊണ്ട് ഈ 7-14 ലോകവും ഞാൻ അമ്മാനമാടുമെങ്കിലും ഈ രാധാജിയുടെ പുഷ്പബാണമാകുന്ന നോട്ടമേറ്റതോടുകൂടി എൻ്റെ മനസ്സിളകിപ്പോയി. അതുകൊണ്ട് എന്നെ ആരും കുറ്റം പറയല്ലേ എന്നാണ് പറയുന്നത്. ഇനി ഒന്നും കൂടെ നോക്കിയ ആ ശ്ലോകം. ഭ്രൂവല്ലരി പുരികക്കൊടി, ധനു പുരികക്കൊടി ധനുസാക്കി വില്ലാക്കി മാറ്റി. അപാങ്ക തരംഗിതാനി, ആ കടക്കണ്ണുകൾ ഇങ്ങനെ അങ്ങോട്ട് ചലിപ്പിച്ച് മിന്നിത്തിളങ്ങുന്ന ആ കടക്കണ്ണുകൾ, അപാങ്ക കടക്കണ്ണ്, തരംഗിതാനി മിന്നിത്തിളങ്ങുന്നത് ബാണാ. മനസ്സിലായില്ലേ? ആ ബാണമാണ് കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം. ഗുണ, ഞാനെന്ന് പറയുന്നത് ശ്രവണം, ചെവിയാകുന്നു. പാളി, ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. സ്മരേണ, അത് ഓർക്കുമ്പോൾ അസ്യ അനങ്കൻ, എനിക്കൊരു കാര്യം മനസ്സിലായി. അനങ്കൻ കാമദേവൻ. ജയ, ജയിച്ചവൻ. എന്തിനെ ജയിച്ചവൻ? ജംഗമം. ജംഗമം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തെ തന്നെ, ലിവിങ് എന്നാണ് അർത്ഥം. ജീവിതത്തെ തന്നെ ജയിച്ചവൻ. ദേവതാമസ്ത്രാണി, എന്തുകൊണ്ട്? ആശ്ചര്യകരമായ ആയുധം കൊണ്ട് ഈ മനുഷ്യരുടെ സകല ജീവിതങ്ങളെയും കാമമോഹിതനാക്കി ജനിച്ചവൻ. നിർജിത ജഗന്തി, ഈ ലോകത്തെ മുഴുവനും കീഴടക്കിയവൻ. കിമർപ്പിതാനി, ഈ ലോകത്തെ മുഴുവനും ജയിച്ച തൻ്റെ അമ്പും വില്ലും രാധാറാണിക്ക് ദാനമായി കൊടുത്തു. അതോടുകൂടി രാധാറാണിയുടെ നോട്ടം ആരിൽ പതിച്ചാലും അവൻ കാമമോഹിതനാകും.
പ്രണയ സമ്മോഹിതനാകും. അതാണ് ഇവിടെ ആർക്കും അനുഭവപ്പെട്ടത്? കൃഷ്ണനും. അതുകൊണ്ട് ഒന്നും കൂടെ മനസ്സിലാക്കുക, നിങ്ങൾ രാധാജിയുടെ ഒരു നോട്ടത്തിന് വേണ്ടി സാക്ഷാൽ നാരായണൻ കേഴുകയാണ്. അത്രയ്ക്ക് മഹത്തരമാണ് രാധാജി. ഒരിക്കൽ കൂടി ഇത് നമ്മുടെ കൃഷ്ണപ്രിയ പാടുന്നത് കേൾക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണപ്രിയ അടുത്ത ശ്ലോകവും പാടിത്തരും. അതിനുശേഷം അടുത്ത ശ്ലോകം ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് തരുന്നതാണ്. കേട്ടോളൂ, കൃഷ്ണപ്രിയ പാടുന്നത് കേട്ടോളൂ. ധനുരപാങ്കതരംഗിതാനി ബാണാഗുണശ്രവണപാളിരിതി സ്മരേണ അസ്യാം അനംഗജയജംഗമദേവതായാം അസ്ത്രാണി നിർജിതജഗന്തി കിമർപ്പിതാനി. തിര്യക്കണ്ഠവിലോലമൗലിതരളോതം സസ്യ വംശോച്ചരൽ ഗീതിസ്ഥാനകൃതാവധാനലലനാലക്ഷൈർന സംലക്ഷിതാ സമ്മുഗ്ധേ മധുസൂദനസ്യ മധുരേ രാധാമുഖേന്ദൗ മൃദുസ്പന്ദം കന്ദളിതാശ്ചിരം ദദതുവ ക്ഷേമം കടാക്ഷോർമയ. അപ്പോൾ ഈ അടുത്ത ശ്ലോകം നമ്മുടെ കൃഷ്ണപ്രിയ പാടിത്തന്നത് കേട്ടല്ലോ. അപ്പം ഞാനിനി അത് പറയാം. തിര്യകണ്ഠ വിലോല മൗലി തരളോതംസസ്യ വംശോച്ഛലത് ഗീതിസ്ഥാന കൃതാവധാന ലലനാലക്ഷൈർന സംലക്ഷിത സമ്മുഗ്ധ മധുസൂദനസ്യ മധുരേ രാധാമുഖേന്ദൗ മൃദുസ്പന്ദം കന്ദളിതാച്ചിരം ദദതു വ ക്ഷേമ കടാക്ഷോർമയ. അർത്ഥം എഴുതിക്കോ. തിര്യകണ്ഠം, കണ്ഠം കഴുത്ത്, തിര്യ തിരിക്കുക, കഴുത്ത് തിരിക്കുക. തിര്യകണ്ഠം എന്ന് പറയുമ്പം കഴുത്ത് തിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അർത്ഥം എഴുതിക്കോ. വിലോലം, വിലോലം ഇളകുന്ന, വിലോലം എന്ന് പറഞ്ഞാൽ ഇളകുന്ന. മൗലി, അർത്ഥം എഴുതിക്കോ, ശിരസ്, മൗലി ശിരസ്. തരളം, തരളം വിറയ്ക്കുന്ന, അർത്ഥം വിറയ്ക്കുന്ന, ആടുന്ന എന്നൊക്കെയുള്ള. ഉത്തംസം, മനസ്സിലായില്ലേ? ഉത്തംസം എന്ന് പറഞ്ഞാൽ ശിരസിന് അലങ്കാരമായ. ഉത്തംസം ശിരസിന് അലങ്കാരമായ. വംശം, വംശം ഓടക്കുഴൽ, വംശം എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ. കൃതാവധാനർ, കൃതാവധാനർ ശ്രദ്ധിച്ചവർ, കൃതാവധാനർ എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിച്ചവർ. ലക്ഷിത, ലക്ഷക്കണക്കിന്, അർത്ഥം എഴുതിക്കോ, ലക്ഷക്കണക്കിന്. സംലക്ഷിത, സംലക്ഷിത അടയാളപ്പെടുത്തുക. സമ്മുഗ്ധം, ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. സമ്മുഗ്ധം അതിമനോഹരം. മുഖേ ഇന്ദൗ, ഇന്ദു ചന്ദ്രൻ, അപ്പോൾ മുഖേന്ദൗ ചന്ദ്രനെ പോലെയുള്ള മുഖം. സ്പന്ദം തുടിപ്പ്. കന്ദളിതാച്ചിരം അതിമനോഹരം. കടാക്ഷോർമയ, കടാക്ഷോർമയ നോട്ടമാകുന്ന തിരമാലകൾ. അപ്പം നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. തിര്യകണ്ഠ കഴുത്ത് തിരിക്കുന്നു, വിലോലം വിറയ്ക്കുന്നു, മൗലി ശിരസ്, തരളോത്തംസ്യ, മനസ്സിലായില്ലേ? തരളോത്തംസ്യ, ഉത്തംസ്യ ശിരസിന് അലങ്കാരമായിട്ടുള്ള ആഭരണങ്ങളും മറ്റും. കൃഷ്ണൻ ശിരസ് തിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതാടുന്നു. വിലോല, അതിന് ഇളക്കം വരുന്നു എന്നാണ് അതിനർത്ഥം. മനസ്സിലായില്ലേ? ഗീതിസ്ഥാന, ഗീതി ഓടക്കുഴലിൽ നിന്ന് വരുന്ന നാദം. അപ്പോൾ വംശോച്ഛലത, അതിനു മുമ്പുണ്ടല്ലോ തരളോത്തംസ്യ വംശോച്ഛലത, വംശം ഓടക്കുഴൽ.
ഗീതിസ്ഥാന ഓടക്കുഴലിൽ നിന്ന് വരുന്ന ആ നാദം കൃതാവധാന ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൃഷ്ണന്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന നാദം ശ്രദ്ധിക്കുന്നു. ആര്? ലക്ഷൈർണ സംലക്ഷിത, ലക്ഷക്കണക്കിന് വരുന്ന ആരാണ്? ഗോപികമാര്. അവര് സംരക്ഷിത അടയാളപ്പെടുത്തുന്നു, അവര് ശ്രദ്ധിക്കുന്നു. മധുസൂദനസ്യ മധുരേ, മധുസൂദനന്റെ അതിമനോഹരമായ ഓടക്കുഴൽ വായന ലക്ഷക്കണക്കിന് ഗോപികമാര് ശ്രദ്ധിക്കുന്നു എന്ന് കവി പറയുകയാണ്. ഇവിടെ ആശ്ചര്യകരമായി പറയുകയാണ്. രാധേ മുഖാന്തോ, രാധയുടെ മുഖമാകുന്ന ചന്ദ്രനിൽ മൃദുസ്പന്ദം, ആ തുടിപ്പ്, കന്തളിതാച്ചിരം, കന്തളിതാച്ചിരം അതിമനോഹരം, ദദതു വ ക്ഷേമം കടാക്ഷോർമയ, ആ കൃഷ്ണൻ രാധാറാണിയുടെ മുഖത്ത് നോക്കുന്ന നോട്ടം, അത് വന്നു പതിക്കുന്നവർക്ക് സർവക്ഷേമവും ഉണ്ടാകട്ടെ. എങ്കിലും ഞാൻ വ്യക്തമാക്കി തരാം, ഇപ്പം അർത്ഥം പറഞ്ഞതല്ലേ ഉള്ളൂ. കഴുത്ത് കൃഷ്ണൻ തിരിക്കുന്നു. അങ്ങനെ കഴുത്ത് തിരിക്കുമ്പോൾ ഇളകുന്ന പീലിത്തിരുമുടിയുള്ള ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ വിളിയിൽ ഗോപസ്ത്രീകൾ ലയിച്ചിരിക്കുന്നു. അങ്ങനെ ലയിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ഗോപസ്ത്രീകളുടെ കണ്ണുകളിൽ പെടാതെ രാധയുടെ അതിമനോഹരമായ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ആ മുഖം, ആ മുഖത്തിലേക്ക് കൃഷ്ണൻ തൻ്റെ മോഹിപ്പിക്കുന്ന, ആരെയും മോഹിപ്പിക്കുന്ന കടാക്ഷങ്ങൾ പതിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നോട്ടമെത്തുന്നു. അങ്ങനെ ഗോപികമാരുടെ കണ്ണ് വെട്ടിച്ച് രാധയുടെ മുഖത്തേക്ക് നോട്ടമയക്കുന്ന ആ കൃഷ്ണനെയും ആ രാധയെയും ആര് ധ്യാനിക്കുന്നുവോ അവർക്കെല്ലാം ക്ഷേമമുണ്ടാകട്ടെ എന്ന് ജയദേവ കവി ആശംസിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശംസകൾ ഈ അഷ്ടപതി പാടുന്ന ആളുകൾക്ക്, വീട്ടിലിരുന്ന് വായിക്കുന്നവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള കവിയുടെ പ്രാർത്ഥനയാണ് ഈ ശ്ലോകം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളണം, കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുകയാണ്. ആ മനോഹരമായ നാദത്തിൻ്റെ താളത്തിനൊത്ത് കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുകയില്ലേ, അതിൻ്റെ താളത്തിനൊത്ത് കൃഷ്ണൻ ഇങ്ങനെ കഴുത്ത് തിരിക്കും. അപ്പോൾ കൃഷ്ണൻ്റെ ശിരസിനെ അലങ്കരിച്ചുകൊണ്ട് കിരീടമുണ്ട്, മയിൽപ്പീലിയുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ കൃഷ്ണൻ്റെ കർണാഭരണങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ ഇളകി ആടുകയാണ്. അപ്പോൾ കൃഷ്ണൻ നല്ല അതിമനോഹരമായ രാഗം വായിക്കുകയാണ്. അപ്പോൾ ആ രാഗത്തിനകത്ത് ലക്ഷക്കണക്കിന് ഗോപികമാര് അതിനകത്തങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഈ ഗോപികമാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നമ്മുടെ രാധാറാണിയുടെ മുഖത്തേക്ക് നോക്കുന്നു. രാധാജിയുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അത്രയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്നു. ആ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന രാധാജിയുടെ മുഖത്തേക്ക് കടക്കണ്ണിട്ട് കൃഷ്ണൻ നോക്കുകയാണ്. പക്ഷേ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന ഗോപികമാരിതൊട്ട് അറിയുന്നതുമില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് ഗോപികമാരെ കബളിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ നോട്ടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സമുദ്രത്തിൻ്റെ തിരമാലകൾ പോലെ രാധാജിയുടെ മുഖത്തിങ്ങനെ എത്തിക്കുകയാണ്. അങ്ങനെ ഗോപികമാരെ പറ്റിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ ആ നോട്ടമാകുന്ന തിരമാലകൾ, ആ തിരമാലകളെ ആര് ധ്യാനിക്കുന്നുവോ അവർക്കെല്ലാം സർവ്വവിധ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നാണ് ജയദേവ കവി പറയുന്നത്. അതായത് കൃഷ്ണൻ ശിരസിൽ കിരീടവും വെച്ച് പീലി തലമുടിയും പീലി തിരുമുടിയുമൊക്കെ അങ്ങോട്ട് വെച്ച് കർണാഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് ലക്ഷക്കണക്കിന് ഗോപികമാർ ചുറ്റും നിൽക്കുകയാണ്. ആ ലക്ഷക്കണക്കിന് ഗോപികമാരുടെ ഇടയ്ക്ക് നിന്ന് അതിമനോഹരമായി ആസ്വദിച്ചുകൊണ്ട് കൃഷ്ണൻ ആ ഗാനം, ഓടക്കുഴൽ ഗാനം അങ്ങനെ ആലപിക്കുകയാണ്. അപ്പോൾ ഗോപികമാര്, ലക്ഷക്കണക്കിന് ഗോപികമാര് കൃഷ്ണൻ്റെ ആ പാട്ടിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ കൃഷ്ണൻ തൻ്റെ കഴുത്ത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് ദൂരെ നിൽക്കുന്ന രാധാജിയെ നോക്കുന്നു. രാധാജിയുടെ മുഖത്തേക്ക് നോക്കുന്നു. ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖത്തേക്ക് നോക്കുന്നു. ഒരു തവണയല്ല, പല തവണ
അതുകൊണ്ടാണ് കവി കൃഷ്ണന്റെ നോട്ടമാകുന്ന തിരമാല എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണന്റെ നോട്ടം ഒന്നിനു പുറകെ ഒന്നായിട്ട് പട്ടപട്ടാന്ന് രാധാജിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വന്ന് പതിക്കുകയാണ്. ആ രംഗം ആരാണോ മനസ്സിൽ ധ്യാനിക്കുന്നത്, കൃഷ്ണന്റെ നോട്ടവും രാധാജിയുടെ മുഖവും അതാരാണോ മനസ്സിൽ ധ്യാനിക്കുന്നത് അവർക്ക് സർവക്ഷേമവും ഉണ്ടാകട്ടെ എന്ന് ജയദേവ കവി ആശംസിക്കുന്നു. അപ്പോൾ ചന്ദ്രൻ ഉദിക്കുന്ന വേളയിൽ ചന്ദ്രന്റെ ദർശനത്തിൽ കടലിൽ വേലിയേറ്റം ഉണ്ടാകും അല്ലേ? ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രദർശനത്തിലാണ് കടലിൽ വേലിയേറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ തിരമാലകൾ ഇങ്ങനെ ഉയരത്തിൽ പൊങ്ങും. കാരണം ചന്ദ്രന്റെ ദർശനം, ആ ദർശനം വരുമ്പോൾ കടലിന് ആഹ്ലാദമാണെന്ന് കവി പറയുന്നു. അതുപോലെ രാധാറാണിയുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു. അപ്പോൾ രാധാറാണിയുടെ, അതായത് ചന്ദ്രനെ കാണുമ്പോൾ സമുദ്രത്തിന് ആനന്ദമുണ്ടായിട്ട് വേലിയേറ്റമുണ്ടായി തുരുതുരാ തിരമാലകൾ പുറത്തു വിടുന്നത് പോലെ രാധാജിയുടെ മുഖമാകുന്ന ചന്ദ്രനെ കൃഷ്ണൻ കണ്ടപ്പോൾ കൃഷ്ണനാകുന്ന കടലിന് വേലിയേറ്റം ഉണ്ടാവുകയും നോട്ടമാകുന്ന തിരമാലകൾ തുരുതുരാന്നിങ്ങനെ അയക്കുകയും ചെയ്യുന്നു. അതിനെ ആരോർക്കുന്നുവോ അവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇവിടെ ജയദേവ കവി അതീവം മിടുക്കനാണ് കേട്ടോ. ജയദേവ കവി കൃഷ്ണനെ മധുസൂദനൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മധുസൂദനന് പല അർത്ഥമുണ്ടെങ്കിലും ഇവിടുത്തെ അർത്ഥം തേൻ കുടിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതായത് വലിയ ഒരിനം തേനീച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ രാധാജിയുടെ മുഖത്തെ നേരത്തെ തന്നെ കൃഷ്ണൻ താമരപ്പൂവിനോട് ഉപമിക്കുക മാത്രമല്ല, രാധാജിയുടെ മുഖത്ത് നിന്ന് താമരപ്പൂവിൻ്റെ മണം പ്രസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രാധാജിയുടെ മുഖമെന്ന് പറയുന്നത് താമരപ്പൂവാണ്. പൂവിനകത്ത് എപ്പോഴും തേനുണ്ടാകും. അപ്പൊ രാധാജിയുടെ മുഖമാകുന്ന താമരപ്പൂവിലെ തേൻ ആർക്ക് കുടിക്കണം? കൃഷ്ണനങ്ങ് കുടിക്കണം. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? മധുസൂദനൻ സമയം കിട്ടുമ്പോഴൊക്കെ രാധാജിയുടെ മുഖം ആകുന്ന താമരപ്പൂവിൽ ഒളിഞ്ഞിരിക്കുന്ന തേൻ കുടിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പണ്ടൊക്കെ, ഇതിനു മുമ്പൊക്കെ യമുനയുടെ തീരത്തുള്ള നികുഞ്ചങ്ങളിൽ രാധാറാണിയെ എപ്പം സ്വകാര്യമായി കിട്ടിയാലും കൃഷ്ണൻ രാധാറാണിയെ ആലിംഗനം ചെയ്ത് രാധാറാണിയുടെ മുഖം മുത്തി 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 ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് 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 കവിൾത്തടങ്ങളെ താമരപ്പൂ പോലെ ചുമപ്പിച്ചിട്ട് രാധാജിയുടെ ചുണ്ടിൽ നിന്ന് രാധാജിയുടെ ചുണ്ടിലുള്ള മധു തേനിനെ ഊറിയെടുക്കും, ചുണ്ടുകൾ ഊറിയെടുക്കും. ചുരുക്കി പറഞ്ഞ പണ്ട് നികുഞ്ചത്തിൽ വെച്ച് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ രാധാജിയുടെ കവിളുകൾ മുത്തിച്ചുവപ്പിക്കുകയും രാധാജിയുടെ ചുണ്ടുകൾ കൃഷ്ണൻ ഊറിയെടുക്കുകയും ചെയ്യും. അങ്ങനെ മധു ഊറിയെടുക്കുന്നവനാണ് മധുസൂദനൻ എന്നാണ് ഇവിടെ ആര് പറയുന്നത്? കവി പറയുന്നത്. ഇനി ആ കവി എന്താ പറയുന്നത് രാധാജിയുടെ മുഖത്തെക്കുറിച്ച്? സമ്മുഗ്ധം. സമ്മുഗ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ത്രില്ലിംഗ് ബ്യൂട്ടി. അതിനെങ്ങനെയാണ് ഒരു മലയാളം പറയുന്നത് എനിക്കറിയില്ല. ത്രില്ലിംഗ് ബ്യൂട്ടി, ആരെയും ആകർഷിപ്പിച്ച് നിർത്തുന്ന അസാമാന്യ സൗന്ദര്യമെന്ന് കാണിക്കാനാണ് സമ്മുഗ്ധം എന്ന് പറയുന്നത്. ഇനി മധുസൂദനസ്യേ കഴിഞ്ഞു മധുരേ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയുടെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന തേനുകൾ ഊറിയെടുക്കുമ്പോൾ അതേതാകുന്നു? അത് അമൃതിനേക്കാൾ രുചിയും അനശ്വരതയും നൽകുന്നതാണെന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത് കൃഷ്ണൻ രാധാജിയെ സ്വകാര്യമായി കിട്ടുമ്പോൾ, രാധാജിയുടെ ചുണ്ടുകൾ മുത്തുമ്പോൾ രാധാജിയിൽ നിന്ന് പാലാഴി കടഞ്ഞു കിട്ടിയ അമൃതിനേക്കാൾ വിശിഷ്ടമായ തേൻ, മറ്റൊരമൃത്, ആ അമൃത് കൃഷ്ണന് കിട്ടും. അതോടുകൂടി കൃഷ്ണൻ അമരനാകുന്നു. ഒരുപറ്റം പണ്ഡിതന്മാർ പറയുന്നത് കൃഷ്ണന്റെ നോട്ടം എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത്? ആ കൃഷ്ണന്റെ ആ നോട്ടം എന്ന് പറയുന്നത് അമൃതാണ്. ആ അമൃതേറ്റാൽ പിന്നെ ജരാനരകൾ ഉണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണന്റെ നോട്ടവും രാധാജിയുടെ മുഖവും ധ്യാനിക്കുന്നവന് ജരാനരകൾ പോലും വരില്ല. കാരണം അവൻ അമൃതിനേക്കാൾ വിശിഷ്ടമായ അമൃത്. അപ്പോൾ രണ്ട് രീതിയിലും പറയാം. കൃഷ്ണന്റെ നോട്ടം എന്ന് പറയുന്നത് അമൃതിനേക്കാൾ ശ്രേഷ്ഠം. അത് ധ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമൃത് കഴിച്ചതിന് തുല്യം.
രാധാജിയുടെ മുഖമാകട്ടെ ചുണ്ടുകളും അമൃതിനേക്കാൾ ശ്രേഷ്ഠം, അനശ്വരത നൽകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജയദേവ കവി പറയുന്നത് കൃഷ്ണൻ്റെ നോട്ടവും രാധാജിയുടെ മുഖവും ആരാണോ മനസ്സിൽ ധ്യാനിക്കുന്നത് അവൻ അമരനായി മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ കൃഷ്ണൻ രാധാജിയെ നോക്കുന്നതിന് വേണ്ടി ഒരു കാര്യവും ചെയ്തു. കൃഷ്ണൻ രാധാജിയെ നോക്കുന്നതിന് വേണ്ടി ഇവരുടെ ഗോപികമാരുടെ കണ്ണ് വെട്ടിച്ച് നോക്കണം. അതിന് കൃഷ്ണൻ എന്ത് ചെയ്തു? ഇന്നുവരെ ഇല്ലാത്ത അതിമനോഹരമായ ഒരു ഗാനം അങ്ങ് പാടി. അത്രയ്ക്ക് മനോഹരമായ ഗാനം കൃഷ്ണൻ ആലപിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് അതെന്തിനു വേണ്ടിയാണ്? ഈ ഗോപികമാരുടെ ശ്രദ്ധ കിട്ടാൻ. അപ്പോൾ കൃഷ്ണൻ അതിമനോഹരമായ രാഗം പാടിയപ്പം ഗോപികമാർ മുഴുവനും അങ്ങോട്ട് ശ്രദ്ധിച്ചങ്ങ് നിന്നു. ആ തക്കം നോക്കി കൃഷ്ണൻ എന്ത് ചെയ്തു? രാധാജിയെ ഒളി കണ്ണിട്ട് ഇങ്ങനെ നോക്കി. ഇനിയാണ് ജയദേവ കവി പറയുന്നത് തിര്യക്കണ്ട. വാക്ക് ശ്രദ്ധിക്കണം. ശിരസ് തിരിച്ചെന്നല്ല പറഞ്ഞത്, കഴുത്ത് തിരിച്ചെന്നാണ്. ഇതിന് വലിയ അർത്ഥമുണ്ട്. ഈ ജയദേവ കവിയുടെ അഷ്ടപതി അല്ലെങ്കിൽ ഗീതാ ഗോവിന്ദൻ രണ്ടും ഒന്നാണ് കേട്ടോ. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, സാറേ അഷ്ടപതി ഇല്ല ഗീതാ ഗോവിന്ദവേ ഉള്ളെന്ന്. രണ്ടും ഒന്നാണ്. ജയദേവ കവിക്ക് അഷ്ടപതി ചുമ്മാതെ പദാനുപദം വായിച്ചാൽ പോരാ, കവി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയണം. തിരിയ കണ്ഠ എന്നാ പറഞ്ഞ, കഴുത്ത് തിരിച്ചെന്ന്. കാരണം ഓടക്കുഴൽ വായിക്കുന്നവൻ, എക്സ്പോർട്ടായിട്ട് വായിക്കുന്നവൻ ഒരിക്കലും തൻ്റെ ശിരസ് തിരിക്കത്തില്ല. ഇവിടെ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ഓടക്കുഴലിൻ്റെ ഉസ്താദാണ്. അപ്പോൾ കൃഷ്ണന് ഒരു കാരണവശാലും കൃഷ്ണന് ശിരസ് തിരിക്കാൻ പറ്റില്ല. പക്ഷേ ശിരസ് തിരിച്ചാലേ രാധാജിയെ കാണാനും പറ്റൂ. അപ്പോൾ കൃഷ്ണൻ സാധാരണക്കാരനല്ല, അസാമാന്യനാണ്. ശിരസ് തിരിക്കാതെ കഴുത്ത് തിരിച്ചു. അപ്പം ഈ പിന്നെ എന്താണ്, രാധാജിയെ കാണാൻ പറ്റി. നോർമലി ഒരു മനുഷ്യന് എന്താണ് ശിരസ് തിരിക്കാതെ കഴുത്ത് തിരിക്കാൻ പറ്റില്ല. ഇവിടെ കൃഷ്ണൻ തൻ്റെ ശിരസ് തിരിക്കാതെ കഴുത്ത് തിരിച്ചു. അതിലൂടെ കവി പറയുന്നത് കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി നിങ്ങൾ കാണരുത്, കൃഷ്ണൻ അസാമാന്യമായ മനുഷ്യനാണ് എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അലങ്കാരം രൂപകം. മനസ്സിലായ? ശാർദൂല വിക്രീഡിതമാണ് ഇതിൻ്റെ വൃത്തമെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും കൃഷ്ണൻ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണൻ തൻ്റെ തല തിരിക്കാതെ കഴുത്ത് തിരിച്ച് അതിമനോഹരമായ ഗാനമാലപിച്ചപ്പം ലക്ഷക്കണക്കിന് ഗോപികമാരതിൽ ലയിച്ചു നിന്നപ്പം അവരുടെ കണ്ണ് വെട്ടിച്ച് രാധാജിയെ നോട്ടി. ആ നോട്ടം ആരാണോ ആസ്വദിക്കുന്നത്, ആ നോട്ടം ആരാണോ ആസ്വദിക്കുന്നത്, അത് ആസ്വദിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർവ്വവിധ ക്ഷേമങ്ങളും ഉണ്ടാകട്ടെ എന്ന് കവി ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ. ഒരിക്കൽ കൂടി നോക്കിയാൽ ഇപ്പം നല്ലപോലെ മനസ്സിലാകും. തിര്യക്കണ്ഠ, കഴുത്ത് തിരിച്ച്. വിലോല, ഇളകുന്ന. മനസ്സിലായില്ലേ? മൗലി ശിരസ്. തരളോ വിറയ്ക്കുന്നു. മനസ്സിലായി? എന്ന് വെച്ചാൽ ആടുന്നു. തരളോത്തംസ്യ, ഉത്തംസ്യം ശിരസിന് അലങ്കാരമായ. വംശോ, ഓടക്കുഴല്. ചലത് ഗീതിസ്ഥാന, ആ ഓടക്കുഴലിൽ നിന്ന് അതിമനോഹര കഴുത്ത് തിരിച്ചുകൊണ്ട് കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നു. അങ്ങനെ കഴുത്ത് തിരിക്കുമ്പോൾ കൃഷ്ണൻ്റെ ശിരസിലിരിക്കുന്ന മയിൽപീലിയും മറ്റും ഇളകി ആടുന്നു. അങ്ങനെ ഗീതിസ്ഥാന കൃതാവധാന, ആ ഗീതി, ആ ഗാനം ശ്രദ്ധിച്ചവർ. കൃതാവധാന ലലനാ ലക്ഷൈർണ സംലക്ഷിത, ലക്ഷക്കണക്കിന് ഗോപികമാര്. സമ്മുഗ്ധ, അതിമനോഹരമായ. മധുസൂദനസ്യ മധുരേ, മധുസൂദനൻ്റെ രാധാമുഖേന്ദു, അതിമധുരമായ കടാക്ഷങ്ങൾ രാധാറാണിയുടെ മുഖത്ത് പതിക്കുന്നു. മൃദുസ്പന്ദനം കന്തളിതാച്ചിരം, കന്തളിതാച്ചരം അതിമനോഹരം. ദദതുവക്ഷേമം കടാക്ഷോർമയ, ആ കൃഷ്ണൻ ലക്ഷക്കണക്കിന് ഗോപികമാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് രാധാജിയെ നോക്കുന്നു. ആ നോട്ടം വന്ന് രാധാജിയുടെ മുഖത്ത് തിരമാലകൾ പോലെ പതിക്കുന്നു. ഇതാര് ധ്യാനിക്കുന്നു അവർക്ക് സർവ്വവിധ ക്ഷേമങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനുശേഷം ഒരിക്കൽ കൂടി ഈ രണ്ട് ഗാനം കൃഷ്ണപ്രിയ പാടിത്തരും. അതിനുശേഷം
അതിനുശേഷം എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങളും മറ്റുമുള്ള വീഡിയോ കാണും. അപ്പോൾ നിങ്ങളത് കേൾക്കുമല്ലോ. രാധാജി അനുഗ്രഹിച്ചാൽ അടുത്ത വ്യാഴാഴ്ച ഞാൻ വീണ്ടും വരും. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഭൂവല്ലരീധനുരപാങ്കതരംഗിതാനി ബാണാഗുണശ്രവണപാളിരിതി സ്മരേണ അസ്യാം അനംഗജയജംഗമദേവതായാം അസ്ത്രാണി നിർജിതജഗന്തി കിമർപ്പിതാനി. തിര്യക്കണ്ഠവിലോലമൗലിതരളോതം സസ്യ വംശോച്ചരൽ ഗീതിസ്ഥാനകൃതാവധാനലലനാലക്ഷൈർന സംലക്ഷിതാഃ സമ്മുഗ്ധേ മധുസൂദനസ്യ മധുരേ രാധാമുഖേന്ദൗ മൃദുസ്പന്ദം കന്ദളിതാശ്ചിരം ദദതുവ ക്ഷേമം കടാക്ഷോർമയ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാ